ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കെടുക്കാനുള്ളത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ സെക്കൻഡ് യൂണിറ്റിലെ ഒരു മനോഹരമായ കവിതയാണ്, പോയമാണ്. പോയത്തിൻ്റെ പേര് മാർവലസ് ട്രാവൽ. ലെറ്റ്സ് ഹാവ് സം ബേസിക് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഓഥർ. ജോഷ ഫെർണാണ്ടസ് was born in 1974, is a Malaysian film director and designer who believe in creative collaboration. ജോഷ ഫെർണാണ്ടസ് അദ്ദേഹം ജനിച്ചത് 1974 മലേഷ്യൻ ഫിലിം ഡയറക്ടറാണ്, ഡിസൈനറാണ്. പരസ്പര സഹകരണത്തിലൂടെയുള്ള സർഗാത്മകതയിൽ വിശ്വസിക്കുന്ന ആളാണ്, ക്രിയേറ്റീവ് കൊളാബറേഷനിൽ വിശ്വസിക്കുന്ന ആളാണ്. He first started working in the film industry from 1995 onward and made his directorial debut in the year 2000. 1995 അദ്ദേഹം ഫിലിം ഇൻഡസ്ട്രിയിൽ കയറിയത്. പിന്നെ ആദ്യത്തെ ഡയറക്ടറായിട്ടുള്ള അരങ്ങേറ്റം കുറിക്കുന്നത് 2000. വൺ ഓഫ് ദ co-founders of Boo Film SDN BHD മലേഷ്യൻ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് രണ്ടും. ജോഷ served as its executive producer between 1998-2001 1998 മുതൽ 2001 വരെ അദ്ദേഹം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. He has produced dance music and released a number of track music numbers. ഓക്കെ, ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. മാർവലസ് ട്രാവൽ. ട്രാവലിംഗ് ഈസ് എ വേ ഓഫ് ഗെറ്റിംഗ് ടു നോ ദ വേൾഡ്. ലോകത്തറിയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് യാത്ര ചെയ്യുക എന്നുള്ളത്. ഫൈൻഡിങ് ഔട്ട് ന്യൂ പീപ്പിൾ ആൻഡ് ലേണിംഗ് അബൌട്ട് ദെയർ ലീവ്സ്. പുതിയ ആളുകളെ കണ്ടെത്തുകയും അവരുടെ ജീവിത രീതികൾ അറിയാനൊക്കെ കഴിയും. ഹിയർ ദ പോയറ്റ് ഷെയർ ഹിസ് വ്യൂ ഓൺ ട്രാവൽ. യാത്രയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് പോയറ്റ് ഇവിടെ വിവരിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ത്രൂ ദ ലൈൻസ് ഓഫ് ദ പോയം. ഐ ട്രാവൽ വിത്ത് മൈ ഐസ്, വാച്ചിങ് ദോസ് silently cry, asking themselves the question why. Someone left them without saying goodbye. The poet himself is the speaker. പോയറ്റ് തന്നെയാണ് ഇതിലെ സ്പീക്കർ. ഐ ട്രാവൽ വിത്ത് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണോടുകൂടെയാണ് യാത്ര ചെയ്യുന്നത്. വാച്ചിങ് ദോസ് സൈലൻ്റ്ലി ക്രൈ. കണ്ണോടുകൂടെ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹി സേസ് ദാറ്റ് ഹി ട്രാവൽസ് വാച്ചിങ് കെയർഫുള്ളി. അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കൂടിയിട്ടാണ്, കണ്ണ് തുറന്നാണ് യാത്ര ചെയ്യുന്നത്. വാച്ചിങ് ദോസ് സൈലൻ്റ്ലി ക്രൈ, ആസ്കിങ് ദംസെൽഫ് ദ ക്വസ്റ്റ്യൻസ് വൈ. സമൺ ലെഫ്റ്റ് ദം വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ. യാത്ര ചെയ്യുമ്പോൾ ദ പീപ്പിൾ ആൻഡ് ദെയർ പെയിൻസ് ആൻഡ് സൈലൻ്റ് ക്രൈസ്, ഇതൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്. പാവപ്പെട്ടവരുടെ കണ്ണീര്, പ്രയാസമനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, ഇതൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ്, അവരോട് കാരണങ്ങൾ ചോദിച്ചിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഹി ഹാസ്ക് ദം വൈ സമ്മൺ ഡിയേറ്റ് ടു ദം ലെഫ്റ്റ് ദം വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ. ചില ആളുകൾ ഒന്നും പറയാതെ, ഗുഡ് ബൈ പോലും പറയാതെ പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കവി പറയുന്നത്, അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ട്, ഈ സ്റ്റാൻസ കഴിഞ്ഞു, 4 വരിയുള്ള സ്റ്റാൻസയാണ്. സ്റ്റാൻസയുടെ ആശയം കവി പറയുന്നത്, വളരെ കെയർഫുള്ളായിട്ടാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത്. വിഷമം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്നാണ് കവി പറയുന്നത്. ഇതിൽ ഈ കവിതയ്ക്ക് പ്രത്യേകിച്ച് ഒരു റൈം വേർഡ്സുകളുണ്ട്, പക്ഷേ ഒരു റൈം സ്കീം കവിതയ്ക്കില്ല. ഇതിലെ റൈംസ് വേർഡുകളായിട്ട് നമുക്ക് ക്രൈ,
അതുപോലെ വൈ, അതുപോലെ ഗുഡ് ബൈ. ഇത് രണ്ടും ഇതിൻ്റെയൊക്കെ അവസാനം ഒരേ രൂപത്തിലാണ്. അപ്പം ഇവകളെ നമുക്ക് റൈം വേർഡ്സുകളായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഐസ് എന്നുള്ളത് അതിലെ വവൽ സൗണ്ടുകൾ ശബ്ദങ്ങളൊക്കെ ഒരുപോലെയാണെങ്കിലും അവസാനത്ത് എസ് വന്നതുകൊണ്ട് ഒരു കോൺസണൻ്റ് ശബ്ദം വന്നതുകൊണ്ട് യോജിപ്പില്ല. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക പാറ്റേൺ റൈം വേർഡ് നമുക്ക് റൈം സ്കീം നമുക്ക് നൽകാൻ കഴിയില്ല. റൈം വേർഡുകളാണ് ക്രൈ, വൈ, ഗുഡ് ബൈ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി സെക്കൻഡ് സ്റ്റാൻസ. ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്, ഐ ട്രാവൽ വിത്ത് മൈ പെൻ ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, വുമൺ ആൻഡ് മെൻ. ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്. ഞാൻ എൻ്റെ ചിന്തകളോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ദ പോയറ്റ് ട്രാവൽസ് തിങ്കിങ് അബൌട്ട് ഡിഫറെൻറ്റ് പീപ്പിൾ ആൻഡ് എൻജോയിങ് വേരിയസ് സൈറ്റ്സ്. അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് പോയറ്റ് യാത്ര ചെയ്യുന്നത്. ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. വ്യത്യസ്തരായ ജനങ്ങളെക്കുറിച്ച്. പല നാടുകളിലും പല രീതിയിലുള്ള ആളുകളായിരിക്കും. അവരെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടാണ് കവി യാത്ര ചെയ്യുന്നത്. അതുപോലെ വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടിട്ടും. ഐ ട്രാവൽ വിത്ത് മൈ പെൻ ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, വുമൺ ആൻഡ് മെൻ. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പേനയോടുകൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതായത് ഒരു യാത്രാ വിവരണം എഴുതണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യുക. ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, അവിടെ കാണുന്ന കുട്ടികളെക്കുറിച്ച് എഴുതാൻ. വുമൺ ആൻഡ് മെൻ, ആളുകളെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഹി ട്രാവൽ വിത്ത് ഹിസ് പെൻ ടു റൈറ്റ് അബൌട്ട് ഹിസ് ട്രാവൽ എക്സ്പീരിയൻസ് ആൻഡ് അബൌട്ട് ദ പീപ്പിൾ ഹി മീറ്റ്സ്. അദ്ദേഹം കണ്ടുമുട്ടുന്ന ആളുകളെക്കുറിച്ച് എഴുതാനും യാത്രയിലെ അനുഭവങ്ങൾ കുറിച്ച് വെക്കാനുമൊക്കെ ഒരു പേനയായിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. ഇതിൽ റൈം വേർഡ്സുകളായിട്ട് നമുക്ക് പെൻസ്, അതുപോലെ മെൻസ് ഇതിനെ ഉൾപ്പെടുത്താം. നോട്ട് ചെയ്ത് വെക്കാം. സെക്കൻഡ് സ്റ്റാൻസയിൽ 3 ലൈൻസ് ആണുള്ളത്. ഓക്കെ, ഇതിനൊരു പാറ്റേൺ ഇല്ല. ആദ്യത്തെ സ്റ്റാൻസയിൽ 4 ലൈൻസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റാൻസയിൽ 3 ലൈൻസ്. ഇനി തേർഡ് സ്റ്റാൻസ. ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്, ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ് that something new would spring into my horoscope. I travel with my voice. ഞാൻ എൻ്റെ ശബ്ദത്തോടു കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ്, എൻ്റെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. That something new would spring into my horoscope. അദ്ദേഹം പറയുന്നത് ഐ ട്രാവൽ വിത്ത് മൈ വോയിസ് എന്ന് പറഞ്ഞാൽ ഹീ സ്പീക്സ് വിത്ത് ദ പീപ്പിൾ ഹീ മീറ്റ്സ്. ഹീ ഹോപ്സ് ടു ഹാവ് ന്യൂ എക്സ്പീരിയൻസ് ദാറ്റ് വിൽ ചേഞ്ച് ഹിസ് ലൈഫ്. അദ്ദേഹം കാണുന്ന ആളുകളോടൊക്കെ സംസാരിക്കും. ഹീ സ്പീക്സ് വിത്ത് ദ പീപ്പിൾ ഹീ മീറ്റ്സ്. ഐ ട്രാവൽ വിത്ത് മൈ വോയിസ് എന്ന് പറഞ്ഞതാണ്. അദ്ദേഹം കാണുന്നവരോടൊക്കെ സംസാരിക്കും, അവരോട് അന്വേഷണങ്ങൾ ചോദിക്കും, പ്രയാസങ്ങൾ ചോദിക്കും. പിന്നെ ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ്, ഹീ ഹോപ്സ് ടു ഹാവ് എ ന്യൂ എക്സ്പീരിയൻസ് ദാറ്റ് വിൽ ചേഞ്ച് ഹിസ് ലൈഫ്. അദ്ദേഹം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ്. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യുക. ആ പ്രതീക്ഷ, ആ യാത്രയിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അദ്ദേഹത്തിൻ്റെ ഹൊറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ജാതകം എന്നൊക്കെയാണ് അർത്ഥം. ആ ജാതകം തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള യാത്രകളാണ്. വെദർ ഇൻ ഏഷ്യ, അമേരിക്ക ഓർ യൂറോപ്പ്, there will always be something interesting to scope. എവിടെയാണെങ്കിലും, എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും, ഏഷ്യയിലോ അമേരിക്കയിലോ യൂറോപ്പിലോ
അവിടെയൊക്കെ അദ്ദേഹത്തിന് പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. വെന്നെവർ ഹീ ട്രാവൽസ് ഇൻ ഏഷ്യ, അമേരിക്ക ഓർ യൂറോപ്പ്, ഹീ ഹോപ്സ് ഫോർ ന്യൂ ആൻഡ് ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ന്യൂ എക്സ്പീരിയൻസുകൾ അവിടെ നിന്നൊക്കെ പ്രതീക്ഷിക്കാം. ഈ സ്റ്റാൻസയിൽ 5 ലൈനുകളാണുള്ളത്. ഇതിലും നമുക്ക് റൈം വേർഡുകളുണ്ട്. ഹോപ്പ്, സ്കോപ്പ്, യൂറോപ്പ്, അതുപോലെ സ്കോപ്പ്, ഇങ്ങനെ റൈം വേർഡുകൾ ഇതിലുമുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാൻസ. I travel to many different places, mix with many races, identify tribesmen by their faces and little girls by their laces. കവി വ്യത്യസ്തമായ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു. അവിടെയൊക്കെ മിക്സ് വിത്ത് മെനി റൈസസ്, വ്യത്യസ്തമായ ജാതിക്കാരെ അവിടെയൊക്കെ കാണുന്നു. ഐഡൻറ്റിഫൈ ട്രൈബ്സ്മാൻ ബൈ ദയർ ഫേസ്, അവരുടെ മുഖം കണ്ടിട്ട് ആ ഗോത്രക്കാരൊക്കെ കവിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ലിറ്റിൽ ഗേൾ ബൈ ദയർ ലേസസ്, പെൺകുട്ടികളുടെ വസ്ത്രം കണ്ടിട്ട് അവരെ മനസ്സിലാക്കാൻ കഴിയും. ഐ ട്രാവൽ ടു മെനി ഡിഫറെൻറ്റ് പ്ലേസസ്, ദ പോയറ്റ് ട്രാവൽസ് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ്, മിക്സ് with many races and meets different types of people. Identify tribesmen by their faces. He can identify the races and tribes of people by their face, and little girls by their laces, and girls by their way of dressing. അവരുടെ ഡ്രസ്സിങ് കണ്ടിട്ട് പെൺകുട്ടികളെ തിരിച്ചറിയാൻ കഴിയും. ഇവിടെ പ്ലേസസ്, റൈസസ്, ഫേസസ്, ലേസസ് റൈം വേർഡുകളാണ്. നോട്ട് ചെയ്യുക. ഐ ട്രാവൽ വിത്തൗട്ട് മണി, സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റിമണി. ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ഈവൻ ദ എഗ്ലി, എവറി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ലൈഫ്സ് ജേണി. For I will always be marveled whenever I travel. ലാസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത് ഐ ട്രാവൽ വിത്തൗട്ട് മണി, ഞാൻ പണമില്ലാതെയാണ്. അതായത് ദ പോയറ്റ് ട്രാവൽ വിത്തൗട്ട് ക്യാരിയിങ് മച്ച് മണി, കുറേ ക്യാഷായിട്ട് പോകുന്ന പരിപാടി, അടിച്ചു പൊളിക്കാൻ പോകുന്ന പരിപാടിയില്ല, കുറച്ച് ക്യാഷായിട്ടാണ് പോവുക. സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റിമണി, അതുകൊണ്ട് ഞാൻ പറയുന്ന ടെസ്റ്റിമണിയിൽ, ഒരു ലീഗൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ സത്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ദ ഗുഡ്, ദ ബാഡ്, ഈവൻ ദ എഗ്ലി, നല്ലതും മോശമായതുമായ ധാരാളം എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. എന്നാൽ ആ കാഴ്ചകളും എക്സ്പീരിയൻസുകളുമെല്ലാം എവരി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ലൈഫ്സ് ജേണി, ജീവിതയാത്രയിൽ ആ എക്സ്പീരിയൻസൊക്കെ വളരെ മൂല്യവത്താണ്. The poet traveled without carrying much money with him. He requests the റീഡറോട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നത് ടു ലിസൺ ടു ഹിസ് ടെസ്റ്റിമണി ദാറ്റ് ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ഈവൻ ദ എഗ്ലി എക്സ്പീരിയൻസ് ഹി ഗെറ്റ്സ് ഫ്രം ഹിസ് ട്രാവൽ ആർ ഈക്വൽ ടു ദാറ്റ് ഓഫ് വൺസ് ലൈഫ് ജേണി. ഒരാളുടെ ജീവിതയാത്രയിൽ എല്ലാ എക്സ്പീരിയൻസും, മോശമായതും ചീത്തയായതും എല്ലാ എക്സ്പീരിയൻസും ഒക്കെ ജീവിതയാത്രയിലൊക്കെ മൂല്യമുള്ളതായിരിക്കും. ഫോർ ഐ വിൽ ഓൾവേസ് ബി മാർവേൾഡ് വെന്നെവർ ഐ ട്രാവൽ. അദ്ദേഹം എപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിന് അത്ഭുതപ്പെടുത്തുന്ന സർപ്രൈസ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളുണ്ട്. സോ വെന്നെവർ ഹി ട്രാവൽസ് ദ വേരിയസ് എക്സ്പീരിയൻസസ് സർപ്രൈസ് ഹിം. അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്നു. ഇതാണ് കവിത. അപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ
ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയാണ് അദ്ദേഹം പറയുന്നത്. റൈസ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, ഒരു ഗ്രൂപ്പ്. ലൈസ് എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റീവ് റിബൺ, നമ്മൾ വസ്ത്ര അലങ്കരിക്കുന്നതിനാണ് പറയുക. ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ സ്റ്റേറ്റ്മെൻറ്റ്, തെളിവ്, എ തിങ് ദാറ്റ് ഈസ് എവിഡൻസ് ഓഫ് സംതിങ് എന്നൊക്കെ പറയാം. അപ്പം ഇതാണ് കവിത. ഓക്കെ, കവിത നന്നായി വായിക്കുക, കിട്ടാത്ത ഭാഗങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.